ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എസ് ആർ ലാച്ച് യൂസിങ് നോർ ഗേറ്റ്സ് ആണ് നോക്കിയത്. ഇപ്പോൾ നമ്മൾ എസ് ആർ ലാച്ച് യൂസിങ് നാൻഡ് ഗേറ്റ്സ് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ അതേപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. സെറ്റ് റീസെറ്റ് എന്ന് പറയുന്ന രണ്ട് ഇൻപുട്ട്സ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ രണ്ട് നാൻഡ് ഗേറ്റ്സ് 1 2 കണക്ട് ചെയ്തിട്ടുണ്ട്. ക്യൂ ബാർ എന്ന് പറയുന്നത് ഔട്ട്പുട്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് പ്രീവിയസ്ലി ഇപ്പോൾ ക്യൂ 0 ആണ് എങ്കിൽ ക്യൂ ബാർ എന്തായിരിക്കും? ക്യൂ 0 ആണെങ്കിൽ ക്യൂ ബാർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. 0യും 1. നമ്മൾ എസ്സിന് 1 കൊടുത്തു, ആറിന് 0 കൊടുത്തു. അപ്പോൾ നമ്മുടെ ഇവിടെ 1 ആണ്, സോ ഈ 1 വരും. 1 × 1 1 ആണ്. 1 കോംപ്ലിമെൻ്റ് ഇസ് 0 അല്ലേ? ദെൻ ഈ 0 ആണ് ഇവിടേക്ക് വരിക. 0 0 0 × 0 0. 0യുടെ കോംപ്ലിമെൻറ്റ് 1, സോ ആ 1 ആണ് വരിക. സോ നമ്മൾ എസ്സിന് 1ഉം ആറിന് 0യും കൊടുത്തപ്പോൾ എന്ത് നമുക്ക് കിട്ടി? നമ്മൾ അസ്യൂം ചെയ്തതാണ് ആദ്യം 0യും 1ഉം. ആ 0യും 1ഉം തന്നെ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തത് എന്ത് ചെയ്തു? നമ്മൾ രണ്ടിനും 1 കൊടുത്തു. അതായത് 0 1 ആണ്. ഇപ്പോൾ നമ്മുടെ 0 1 ആണ് നമ്മുടെ ക്യൂവും ക്യൂ ബാറും. ഇത് നമ്മൾ 0 കൊടുത്തു, ഇതും 0 കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ 1 ഇവിടെ വന്നു. 1 × 0 ഈസ് 0. 0യുടെ കോംപ്ലിമെൻറ്റ് 1. 0 നമ്മൾ നേരത്തെ നോർ ഗേറ്റിന് 0 0 കൊടുത്തു. ഇവിടെ നമ്മൾ നാൻഡ് ഗേറ്റിന് 1 എന്ന് പറയുന്നതാണ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് നേരത്തെ നമുക്ക് 0യും 1ഉം ആയിരുന്നു. ഇപ്പോൾ ഞാൻ ഇതും 1 ആക്കി. സോ ഈ 1 ഇവിടെ വന്നു. 1 × 1 is 1. 1ൻ്റെ കോംപ്ലിമെൻറ്റ് 0. ഈ 0യാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് 0, ഇത് 1. 0 × 1 is 0. 0യുടെ കോംപ്ലിമെൻറ്റ് is 1. അപ്പോൾ 0യും 1ഉം. ഈ 0യും 1ഉം ആയിരുന്നു നമ്മുടെ പ്രീവിയസ് കേസ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ രണ്ട് കണ്ടീഷൻസ്, അതായത് 1 0 കൊടുത്തപ്പോൾ നമുക്ക് 0 1 എന്ന് പറയുന്ന ആൻസർ കിട്ടി. അത് തന്നെ നമ്മൾ 6നും കൂടി 1 അതേ സമയം കൊടുത്തപ്പോൾ നമുക്ക് പ്രീവിയസ് ആയിരുന്ന 0 1 തന്നെ വീണ്ടും കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രീവിയസ് എന്ന് പറയുന്നത് ഇപ്പോൾ 0 1ലായിരുന്നു. ഇനി ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്സിന് 0യും ആറിന് 1ഉം കൊടുത്തു. മൂന്നാമത്തേതാണ് 0യും 1. സോ ഈ 1 ഇവിടെ വന്നു. 0 × 1 എന്താണ്? 0. 0യുടെ കോംപ്ലിമെൻറ്റ് എന്താണ്? 1. ഓക്കെ, ആ 1 ആണ് എവിടേക്ക് വരുന്നത്? ഇവിടെ. അപ്പോൾ 1 × 1 is 1. 1ൻ്റെ കോംപ്ലിമെൻറ്റ് 0. എന്ത് ആൻസർ കിട്ടും? 1 0 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഓക്കെ, എസ്സിന് 0യും ആറിന് 1ഉം കൊടുത്തപ്പോൾ നമുക്ക് 1 0 എന്ന് പറയുന്ന ഓപ്പറേഷൻ കിട്ടും. ഓക്കെ, 1 0. ഇനി നമ്മുടെ പ്രീവിയസ് 1 0 ആയിരുന്നു. നമ്മൾ അടുത്തത് ഏതാ കൊടുക്കാൻ പോകുന്നത്? 1 1. ഇതിനും 1, ഇതിനും 1. ഓക്കെ, ഈ 0 വരും. 0 × 1 is 0. 0യുടെ കോംപ്ലിമെൻറ്റ് is 1. ആ 1 തന്നെ ഇവിടെയും വരും. 1 × 1 is 1. 1ൻ്റെ കോംപ്ലിമെൻറ്റ് is 0. ദാറ്റ് is 1 0. 1 0 തന്നെ നമുക്ക് എഗെയിൻ കിട്ടും, നമ്മുടെ പ്രീവിയസ് കണ്ടീഷൻ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്തത് നമ്മുടെ പ്രീവിയസ് കണ്ടീഷൻ എന്ന് പറയുന്നത് 1 0 ആണ്. ഇനി നമ്മളിപ്പോൾ കൊടുക്കുന്ന ഇൻപുട്ട് ഏതാണ്? 0യും 0യും. ഓക്കെ, ഈ 0 പോയി കഴിഞ്ഞാൽ 0 × 0 ഈസ് 0. 0യുടെ കോംപ്ലിമെൻറ്റ് 1. ആ 1 തന്നെ ഇപ്പുറത്ത് വരും. 1 × 0 ഈസ് 0. 0ൻ്റെ കോംപ്ലിമെൻറ്റ് ഈസ് 1. ദാറ്റ് ഈസ് 1 1. അപ്പോൾ രണ്ടും 0 ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 1 1. ഓക്കെ, അപ്പോൾ ഇതാണ് നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ടുള്ള എസ് ആർ ലാച്ച്. അപ്പോൾ നാൻഡും നോറും തമ്മിൽ വ്യത്യാസം വരുന്നത് എങ്ങനെയാണ്? നാൻഡിൽ നമ്മൾ പ്രീവിയസ് കണ്ടീഷൻ അതേപോലെ കിട്ടണമെങ്കിൽ എസ്സിനും ആറിനും എന്ത് കൊടുക്കും? 1 കൊടുക്കും. അതേസമയം നമ്മൾ നോർ ഗേറ്റിനാണെങ്കിൽ നമ്മുടെ പ്രീവിയസ് കണ്ടീഷൻ അതേപോലെ കിട്ടണമെങ്കിൽ 0 0 എന്ന് പറയുന്നതാണ് കൊടുക്കുന്നത്. ഓക്കെ, അതേ ഉള്ളൂ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് നാൻഡ് ഗേറ്റ് ആയാലും നോർ ഗേറ്റ് ആയാലും നമുക്ക് അതിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ എസ്സും 0 ആറും 0 ആണെങ്കിൽ NC ആണ്. NC മീനിങ് നോ ചേഞ്ച്. എന്തായിരുന്നു സ്റ്റേറ്റ്, ആ സ്റ്റേറ്റ് തന്നെ റിമെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് എസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എസ് 0 ആകുമ്പോൾ. ദെൻ 0 1 ആകുമ്പോൾ നമ്മൾ ഒന്നുകിൽ നാൻഡ് അല്ലെങ്കിൽ നോറിൻ്റെ കേസ് വെച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ നോറിൻ്റെ കേസ് വെച്ച് പറയുകയാണെങ്കിൽ എന്താണ്? ഇൻപുട്ട് 0 0 ആവുന്ന സമയത്ത് നോ ചേഞ്ച്. പ്രീവിയസ് കണ്ടീഷൻ ഏതാണോ അത് എക്സിസ്റ്റ് ചെയ്യും. അടുത്തത് 0 1. ആറിന് 1 ആണെങ്കിൽ ക്യൂ ഓട്ടോമാറ്റിക് എന്തായിരിക്കും? 0. റീസെറ്റ് ചെയ്യാനുള്ളതാണ് ആറിൻ്റെ 1 മീനിങ്. അപ്പോൾ ആറിന് 1 വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് മീനിങ് ക്യൂ 0 ആക്കുന്ന. ക്യൂ 0 ആകുമ്പോൾ
ക്യൂ ബാർ ഈസ് 1. ഇനി എസ് എന്ന് പറഞ്ഞാൽ സെറ്റ് 1 ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ ഈസ് 1. ക്യൂ 1 ആണെങ്കിൽ ക്യൂ ബാർ ഈസ് 0. ഇനി രണ്ടും 1 ആവുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് രണ്ടും 0 ആയി പോവും. അപ്പോൾ പ്രീവിയസ് എന്ത് കണ്ടീഷൻ ആയിരുന്നെങ്കിലും രണ്ടിൻ്റെയും വാല്യൂ എന്താവും? 0 ആവും. രണ്ടിൻ്റെ വാല്യൂ 0 ആവുമോ? ഇല്ല. ക്യൂ 0 എന്ന് പറഞ്ഞാൽ ക്യൂ ബാർ 1, ക്യൂ 1 എന്ന് പറഞ്ഞാൽ ക്യൂ ബാർ 0. കോംപ്ലിമെൻ്റ് വാല്യൂ രണ്ടും 0 ഒരിക്കലും വരില്ല. അപ്പോൾ ആ രണ്ടും 0 വരുന്ന കണ്ടീഷനെ നമ്മൾ വിളിക്കുന്നതാണ് ഇൻവാലിഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇൻവാലിഡ് കണ്ടീഷൻ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, അങ്ങനെ ഒരു കണ്ടീഷൻ വരാനുള്ള ചാൻസ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടീഷൻ വരേയില്ല. എന്തുകൊണ്ട്? ക്യൂ അതിൻ്റെ കോംപ്ലിമെൻ്റാണ് ക്യൂ ബാർ. ഇപ്പോൾ ക്യൂ എന്തായിരിക്കുമോ അതിൻ്റെ കോംപ്ലിമെൻ്റ് വാല്യൂ ആണ് ക്യൂ ബാറിൽ വരേണ്ടുന്നത്. അപ്പോൾ ക്യൂ 0 എന്ന് പറഞ്ഞാൽ ക്യൂ ബാർ എന്തായിരിക്കും? 1 ആയിരിക്കും, 0 ആവത്തില്ല. അപ്പോൾ ഇവിടെ നമുക്ക് 1 1 കൊടുത്തപ്പോൾ 0 0 എന്ന് പറയുന്ന വാല്യൂ കിട്ടി. പക്ഷേ ആ വാല്യൂ എന്ന് പറയുന്നത് കറക്റ്റ് അല്ല. എന്തുകൊണ്ട്? ക്യൂവും ക്യൂ ബാറും കോംപ്ലിമെൻ്റ് ആണ്, പക്ഷെ നമുക്ക് രണ്ടും ഒരേ വാല്യൂ കിട്ടി. അപ്പോൾ ഒന്ന് കോംപ്ലിമെൻ്റ് ആയിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും നമുക്ക് സെയിം വാല്യൂ കിട്ടുമോ? അങ്ങനെ ഒരു രീതി ഉണ്ടോ? അങ്ങനെ ഒരു റൂളില്ല അല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് കോംപ്ലിമെൻ്റ് വാല്യൂവും കോംപ്ലിമെൻറ്റും ഒരേ വാല്യൂ ഒരേ ആൻസർ കിട്ടുന്ന ഒന്നുമില്ല. അതായത് എക്സ് കോംപ്ലിമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? വ്യത്യാസമായിരിക്കും അല്ലേ? എക്സ് സെയിം ആണോ എക്സ് കോംപ്ലിമെൻറ്റിന്? അല്ല. അപ്പോൾ അതേമാതിരി ക്യൂ ഒരിക്കലും ക്യൂ ബാറിന് സെയിം അല്ല. അങ്ങനെ ക്യൂവും ക്യൂ ബാറും സെയിമായി വരികയാണെങ്കിൽ അതിനെ നമ്മൾ ഇൻവാലിഡ് കണ്ടീഷൻ എന്ന് പറയും. അപ്പോൾ SR ലാച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ രണ്ടും 1 കൊടുത്തു കഴിഞ്ഞാൽ ഇൻവാലിഡ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യും. നമുക്ക് ഇൻവാലിഡ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ നമ്മുടെ സിസ്റ്റത്തിനകത്ത് വരാൻ പാടില്ല. അപ്പോൾ ആ ഇൻവാലിഡ് കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി പുതിയതായിട്ട് ഡിസൈൻ ചെയ്തിടുക. എന്തെങ്കിലും തെറ്റ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഡിസൈൻ ചെയ്ത് ഓവർകം ചെയ്ത് ഡിസൈൻ ചെയ്യണം. അപ്പോൾ SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ അതിനകത്ത് വരുന്ന മിസ്റ്റേക്ക് എന്താണ്? SR ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് എസും ആറും രണ്ടും ഒരുമിച്ച് നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് രണ്ടും 0, ക്യൂവും ക്യൂ ബാറും 0. ഒരിക്കലും ക്യൂവും ക്യൂ ബാറും ഒരേപോലെ വരില്ല. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ദാറ്റ് ഈസ് ആൻ ഇൻവാലിഡ് കണ്ടീഷൻ. അപ്പോൾ SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നതും അതാണ്. എന്താണ്? ഒരു ഇൻവാലിഡ് കണ്ടീഷൻ ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ SR ഫ്ലിപ്പ് ഫ്ലോപ്പിന് എറർ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? നമ്മൾ അതിനെ മോഡിഫൈ ചെയ്ത് പുതിയതാക്കി മാറ്റണം. അപ്പോൾ SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഡ്രോബാക്സ് ഓവർകം ചെയ്താണ് നമ്മൾ അടുത്ത പുതിയൊരു അതിൻ്റെ ഒരു മോഡിഫിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ മോഡിഫിക്കേഷനെയാണ് നമ്മൾ ക്ലോക്ക്ഡ് RS ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, നമ്മൾ ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ SR ലാച്ച് അല്ലെങ്കിൽ SR ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. അതിന് മുന്നേ എന്ത് ചെയ്തു? 2 AND ഗേറ്റ് പ്ലേസ് ചെയ്തു. ദെൻ ആ 2 AND ഗേറ്റിൻ്റെയും ഒരു ഇൻപുട്ടുകൾ തമ്മിൽ ഷോർട്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ എന്താക്കി? ക്ലോക്ക് പൾസ്. ഓക്കെ, ഇത് R, ഇത് S. That is a reset, this is set. Okay, Q bar. ഇനി നമ്മൾ ക്യൂവിന് നമ്മൾ പ്രീവിയസ് ആയിട്ട് 0 എന്ന് പറയുന്നൊരു വാല്യൂ എടുത്താൽ, ക്യൂവിന് 0 എന്ന് പറയുന്നൊരു വാല്യൂ എടുത്തു, എസിന് 0, അതുപോലെ ആറിനും 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ക്യൂ ഔട്ട്പുട്ട് കിട്ടും? ഓക്കെ, നമ്മുടെ പ്രീവിയസ്ലി Q0, ദെൻ നമ്മുടെ കറസ്പോണ്ടിങ് S0 R0, S0 R0. അതായത് ക്ലോക്ക് പൾസ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് എന്താകും? ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രീവിയസ് കണ്ടീഷൻസ് നമ്മളിവിടെ ക്യൂ ബാർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എടുക്കുമ്പോഴാണ് നമുക്ക് ഇൻവാലിഡ് കണ്ടീഷൻ വരുന്നത് അല്ലേ? ക്യൂവിന് എന്താണ്? ക്യൂ ബാർ എടുക്കുമ്പോൾ ഇൻവാലിഡ് കണ്ടീഷൻസ് രണ്ടിനും നമ്മൾ 1 കൊടുക്കുമ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അത് ഓവർകം ചെയ്യാനാണ് നമ്മൾ ക്ലോക്ക്ഡ് RS ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ക്യൂവിനും ക്യൂ ബാറിനും പകരം നമ്മൾ കൊടുക്കുന്നു ക്യൂവും QT+1. എന്താണ് QT+1? T സമയത്തെ ക്യൂ എന്ന് പറയുന്നതാണ് ക്യൂ. T+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി ഇൻക്രിമെൻറ്റ് ചെയ്തു, അല്ലെങ്കിൽ അടുത്ത ടൈം ഇൻ്റർവെൽ എടുക്കുന്നു. ആ ടൈം ഇൻ്റർവെല്ലിലെ ക്യൂ ആണ് ക്യൂ ഓഫ് T+1. അതാണ് ആ ടേബിളിൽ എഴുതിയേക്കുന്ന ക്യൂവും ക്യൂ ഓഫ് T+1. ഇപ്പോഴുള്ളത് ക്യൂ, അടുത്ത നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്ക് വരുന്ന ക്യൂ എന്ന് പറയുന്നത് QT+1. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്ത് അഡീഷണലൊരു ക്ലോക്ക് പൾസ് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ R എന്ന് പറയുന്നത്, S എന്ന് പറയുന്നത് ഒരു ക്ലോക്ക് പൾസ്. ക്ലോക്ക് പൾസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ക്ലോക്ക് പൾസ് നമ്മൾ കൊടുക്കുകയാണ്.
ആദ്യത്തിൽ ക്യൂ ഇനിഷ്യലി 0 എന്ന് പറഞ്ഞു. അപ്പോൾ ക്യൂ ഇനിഷ്യലി 0, ക്യൂ ബാർ നമ്മൾ നോക്കുന്നില്ല. ക്യൂ ഇനിഷ്യലി 0, എസ് എന്ന് പറയുന്നത് 0, ആർ എന്ന് പറയുന്നത് 0. സോ ഈ ആൻഡ് ഗേറ്റിൻ്റെ രണ്ടിൻ്റെയും ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം 0 വെച്ച് 1നെ മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആണ്, ഈ 1 വെച്ച് 0 മൾട്ടിപ്ലൈ ചെയ്താലും 0 ആണ്. അപ്പോൾ ഓരോ നോർ ഗേറ്റിൻ്റെയും ഇൻപുട്ടുകൾ 0 ആയി. ഇനി ക്യൂ പ്രീവിയസ്ലി 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 0 പ്ലസ് 0 എന്ന് പറയുന്നത് 0, 0യുടെ കോംപ്ലിമെൻ്റ് 1. ഇനി ഈ 1 ആണ് എവിടെ പോകുന്നത്? ഇവിടെ പോകുന്നത്. അപ്പോൾ 0യും 1ഉം 0യും 1ഉം കൂടി ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 0. സോ നമ്മുടെ ഇപ്പോഴത്തെ ക്യൂ ടി പ്ലസ് 1 ഇസ് 0, ആദ്യത്തെ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ക്യൂവും ക്യൂ ബാർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എടുക്കുന്നില്ല, ക്യൂവും ക്യൂ ടി പ്ലസ് 1 എന്ന് പറയുന്ന കോൺസെപ്റ്റ് എടുക്കുന്നു. എന്നിട്ട് നമ്മളതിനെ ചെയ്യും. ആ ക്യൂ ടി പ്ലസ് വന്നത് ക്ലോക്ക് പൾസ് കൂടി ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് ക്യൂ ടി പ്ലസ് 1 ആയിട്ട് മാറിയത്. അല്ലാതെ നമ്മുടെ പ്രീവിയസ് RS ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് ക്യൂ ബാർ മാറ്റി ക്യൂ ടി പ്ലസ് 1 എടുത്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? ക്ലോക്കും കൂടെ കൊടുക്കണമെന്നുള്ളത് കൊണ്ട് അതനുസരിച്ചുള്ളൊരു സർക്യൂട്ടാണ് ക്ലോക്ക്ഡ് RS ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മുടെ ക്യൂ എന്ന് പറയുന്നത് 0, പ്രീവിയസ് 0 ആയിരുന്നു, ഇപ്പോഴും നമുക്ക് 0 തന്നെയാണ്. ദെൻ നെക്സ്റ്റ് ആറിന് 1 കൊടുക്കുക. ആറിന് 1, ക്ലോക്ക് പൾസ് 1, എസിന് 0. അപ്പോൾ ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1, ഇത് 0. പ്രീവിയസ്ലി ക്യൂവിൻ്റെ വാല്യൂ എന്തായിരുന്നു? 0. ഇവിടെ 0 വരും. 0 പ്ലസ് 0 ഈസ് 0, 0യുടെ കോംപ്ലിമെൻറ്റ് 1. 1 പ്ലസ് 1 ഇസ് 1, 1ൻ്റെ കോംപ്ലിമെൻറ്റ് ഇസ് 0, അഗെയിൻ 0. അതാണ് രണ്ടാമത്തത്. ഓക്കെ, ക്യൂ ടി പ്ലസ് 1 മാത്രമേ ഉള്ളേ, ക്യൂ ബാർ നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല. ഈ ഒരു കണ്ടീഷൻ മാത്രമാണ് ഈ ഒരു കോളത്തിനകത്ത് വരുന്നത്. ഓക്കെ, ക്യൂ. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ ഓക്കെ. ഇനി അടുത്തതെന്ന് പറയുന്നത് മൂന്നാമത്തെ കേസ്, R0 S1 ഇത് 1, ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് 0 ആയിരിക്കും, ഇത് 1 ആയിരിക്കും അല്ലേ? പ്രീവിയസ്ലി ക്യൂ എന്തായിരുന്നു? 0 ആയിരുന്നു. അപ്പോൾ 0 പ്ലസ് 1 എന്തായി? 1, 1ൻ്റെ കോംപ്ലിമെൻറ്റ് 0. ഈ 0യാണ് ഇവിടേക്ക് പോവുക. 0 പ്ലസ് 0 ഈസ് 0, 0ൻ്റെ കോംപ്ലിമെൻറ്റ് 1. ദാറ്റ് ഈസ് ഇപ്പോൾ നമ്മുടെ പുതിയ ക്യൂ എന്ന് പറയുന്നത് എന്താണ്? 1. ദാറ്റ് ഈസ് മൂന്നാമത്തെ കണ്ടീഷൻ. ഓക്കെ, ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് എന്താണ്? ആറിനും എസിനും നമ്മൾ 1 കൊടുത്തു. അപ്പോൾ ഇത് 1, ഇത് 1. ക്യൂ പ്രീവിയസ് എന്തായിരുന്നു? 1. സോ 1 പ്ലസ് 1 ഇസ് 1, 1ൻ്റെ കോംപ്ലിമെൻറ്റ് 0. 0 പ്ലസ് 1 ഇസ് 1, 1ൻ്റെ കോംപ്ലിമെൻറ്റ് 0. രണ്ടും 0 വന്നു. ആ രണ്ടും 0 വന്ന കണ്ടീഷനെ നമ്മൾ വീണ്ടും ഇൻഡിറ്റർമിനേറ്റ് സ്റ്റേറ്റ്. അപ്പോൾ ആ ക്ലോക്ക്ഡ് RS കൊടുത്തിട്ട് എന്ത് പറ്റുന്നില്ല? നമ്മുടെ ഇൻഡിറ്റർമിനേറ്റ് സ്റ്റേറ്റ് ചേഞ്ച് ആവുന്നില്ല. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മൾ അതനുസരിച്ചുള്ള ഒരു ഇക്വേഷൻസിലേക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മൾ ക്യൂവിന് 1 കൊടുത്തു. Q1 പ്രീവിയസ് എന്ന് പറയുന്നത് ഇത്രയും നേരം ക്യൂ പ്രീവിയസ് 0 എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തത്. ഇനി എന്തായിരിക്കും ചെയ്യേണ്ടുന്നത്? ക്യൂ പ്രീവിയസ് 1 എന്ന് പറഞ്ഞിട്ട് ഈ ടേബിൾ ഫുൾ നമ്മൾ ഇതേപോലെ ഫില്ല് ചെയ്യും. എന്നിട്ട് നമ്മൾ ക്യൂ ടി പ്ലസ് 1ന് ഒരു കറസ്പോണ്ടിങ് നമ്മുടെ കെ മാപ്പ് സിംപ്ലിഫൈ ചെയ്യും. അപ്പോൾ 0, 0 ഈ ഇൻഡിറ്റർമിനൻറ്റ് സ്റ്റേറ്റിന് ഡോൺ കെയർ കണ്ടീഷനായിരിക്കും നമ്മൾ കൊടുക്കുക. 0, 1, 1 തേർഡ് പൊസിഷനിൽ നമ്മൾ ഡോൺ കെയർ കൊടുക്കും. അതുപോലെ 7th പൊസിഷനിൽ ഡോൺ കെയർ കൊടുക്കും. ബാക്കി 1 വരുന്ന പൊസിഷൻസിലെല്ലാം 1 കൊടുക്കുക, ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എസ് പ്ലസ് ആർ ഡാഷ് ക്യൂ, എസ് പ്ലസ് ആർ ഡാഷ് ക്യൂ എന്ന് പറയുന്നതാണ് കിട്ടുക. സോ അതിൻ്റെ ഗ്രാഫിക്കൽ സിമ്പിൾ എന്ന് പറയുന്നതാണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, അത് വെച്ചിട്ട് ഇക്വേഷൻസ് നമ്മൾ ഫോം ചെയ്യണം. എസ് ആർ ഇസ് ഈക്വൽ ടു 0, എസ് പ്ലസ് ആർ ഡാഷ് ക്യൂ എന്ന് പറയുന്നതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടീഷൻ അനുസരിച്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ ക്ലോക്ക്ഡ് RS ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താണെന്നുള്ളതാണ് ഈ പറയുക. ക്ലോക്ക്ഡ് RS ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് ഒരു ബേസിക് നോർ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആൻഡ് 2 AND ഗേറ്റ്സ്. ദ ഔട്ട്പുട്ട് ഓഫ് ദ AND ഗേറ്റ് റിമെയിൻസ് 0 ആസ് ലോങ് ആസ് ദ ക്ലോക്ക് പൾസ് ഈസ് 0. അതായത് നമ്മൾ ക്ലോക്ക് പൾസ് CPയുടെ അവിടെ 1 കൊടുത്തില്ലേ, CP 0 ആണെങ്കിൽ എന്തായിരിക്കും? എന്ത് തന്നെ കൊടുത്താലും AND ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോഴാണ് അത് ആക്റ്റീവ് ആവുന്നത്. വെൻ ദ ക്ലോക്ക് പൾസ് ഗോസ് ടു 1, the information from S and R inputs are allowed to reach the basic flip-flop.
എന്തിനാ അവിടെ കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് അതേപോലെ അല്ലെങ്കിൽ ആർ അതേപോലെ എന്ത് ചെയ്യുക, നമുക്ക് നമ്മുടെ എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്സിലേക്ക് കറസ്പോണ്ടിങ് ഇൻപുട്സിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇവിടെ കൊടുക്കുന്നതിൽ എന്താണ് നമ്മുടെ ഇവിടെ കൊടുക്കുന്നതിൽ നമുക്ക് ആറിൽ 0 കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഇവിടെ വരണം, 1 ആണെങ്കിൽ ഇവിടെ വരണം. അപ്പോൾ ആറിന് എന്ത് കൊടുത്താലും ഇവിടെ വരിക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ 2 ആൻഡ് ഗേറ്റ്സ് കൊടുത്തേക്കുന്നത്. അത്രയേ ഉള്ളൂ ആ വ്യത്യാസം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്ലോക്ക് പൾസ് 1 ആകുമ്പോഴത്തേക്ക് എസ്സിലും ആറിലും എന്ത് ഇൻപുട്സ് ആണോ അതെന്ത് ചെയ്യും, ബേസിക് ഫ്ലിപ്പ് ഫ്ലോപ്പായ ഫ്ലിപ്പ് ഫ്ലോപ്പിസിൻ്റെ ഇൻപുട്ടിലേക്ക് പോകും. ദ സെറ്റ് സ്റ്റേറ്റ് ഈസ് റീച്ച്ഡ് വെൻ എസ് ഇസ് ഈക്വൽ ടു 1, ആർ ഇസ് ഈക്വൽ ടു 0 ആൻഡ് സി പി ഇസ് ഈക്വൽ ടു 1. നേരത്തെ പറഞ്ഞല്ലോ ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോഴേ ആക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ ക്ലോക്ക് പൾസ് അവിടെ മസ്റ്റ്, സി പി ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് മസ്റ്റ്. ഇനി സെറ്റ് കണ്ടീഷൻ നേരത്തെ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ്, എസ് 1ഉം ആർ 0യും ആകുമ്പോൾ ടു ചേഞ്ച് ദ ക്ലിയർ സ്റ്റേറ്റ് the inputs must be s is equal to 0, r is equal to 1 and cp is equal to 1. റീസെറ്റ് അല്ലെങ്കിൽ ക്ലിയർ സ്റ്റേറ്റ് വരുമ്പോൾ സെറ്റ് എന്ന് പറയുന്നത് 0 ആവും, റീസെറ്റ് എന്ന് പറയുന്നത് 1 ആവും. ദാറ്റ് ഈസ് ആർ ഇസ് ഈക്വൽ ടു 1, എസ് ഇസ് ഈക്വൽ ടു 0. ഇനി 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം, ക്ലോക്ക് പൾസ് 1. സോ സി പി ഇസ് ഈക്വൽ ടു 1. വെൻ ബോത്ത് എസ് ആൻഡ് 1 s equal to 1 and r 1, the occurrence of a clock pulse causes both outputs to momentarily go to 0. When the pulse is removed, the state of the flip-flop is indeterminate. That is, either state may be result depending on whether set or reset input basic flip-flop remains 1 longer before transition 0 at the end of the pulse. അതായത് ഇപ്പോൾ നമ്മൾ പൾസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് 0യിലാണോ 1ലാണോ നിൽക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. 1 കൊടുക്കുന്നിടത്തോളം കാലം, നമ്മൾ ക്ലോക്ക് പൾസ് കൊടുത്തിരിക്കുന്നിടത്തോളം കാലം 2 ഔട്ട്പുട്ട്സും 0 ആയിരിക്കും. ക്ലോക്ക് പൾസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നേരത്തെ പോലെ ഇൻഡിറ്റർമിനറ്റ് അല്ലെങ്കിൽ ഇൻവാലിഡ് കണ്ടീഷൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ക്ലോക്ക് പൾസ് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഗ്രാഫിക്കൽ സിമ്പിൾസും അതുപോലെ തന്നെ അതിൻ്റെ ഇൻപുട്സും ഏതൊക്കെയാണെന്നുള്ളത്, ഔട്ട്പുട്ട് എന്താണെന്നുള്ളതൊക്കെ അതിനകത്ത് ഗ്രാഫിക്കൽ സിമ്പിളിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ടേബിൾ എന്ന് പറയുന്നതാണ് ആ ടേബിൾ തന്നിരിക്കുന്നത്. ദിസ് ടേബിൾ സമ്മറൈസസ് ദ ഓപ്പറേഷൻ ഓഫ് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇൻ ടാബുലാർ ഫോം. Q is the binary state of the flip flop at a given time, that is the present state. Q എന്ന് പറയുന്നത് പ്രസൻറ്റ് സ്റ്റേറ്റ്, നേരത്തെ നമ്മുടെ ഉണ്ടായിരുന്ന സ്റ്റേറ്റ് Q. ദെൻ QT+1 എന്ന് പറയുന്നത് state of the flip flop after the occurrence of clock pulse, that is referred to as next state. പ്രസൻറ്റ് സ്റ്റേറ്റ് ക്യൂവും നെക്സ്റ്റ് സ്റ്റേറ്റ് QT+1. അതായത് ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുമ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ സ്റ്റേറ്റ് എന്താണോ അത് ഡിറ്റർമിൻ ചെയ്യുന്നതാണ് QT+1. ഓക്കെ, ദ ക്യാരക്ടറിസ്റ്റിക്സ് ഇക്വേഷൻ ഓഫ് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇസ് ഡിറൈവ്ഡ് ഇൻ ദ മാപ്പ്. അതായത് ആ കെ മാപ്പ് യൂസ് ചെയ്ത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. ദ ഇക്വേഷൻ സ്പെസിഫൈസ് ദ വാല്യൂസ് ഓഫ് ദ നെക്സ്റ്റ് സ്റ്റേറ്റ് ആസ് എ ഫങ്ഷൻ ഓഫ് ദ പ്രസൻറ്റ് സ്റ്റേറ്റ് ആൻഡ് ഇൻപുട്സ്. എന്താണ് നമുക്ക് ഔട്ട്പുട്ടിൽ നമ്മളത് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ കിട്ടിയത് S+R'Q. എന്താണ് Q എന്ന് പറയുന്നത്, എന്താണ് പ്രസൻറ്റ് സ്റ്റേറ്റ്. QT+1 എന്താണ് നെക്സ്റ്റ് സ്റ്റേറ്റ്. അതായത് നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എസും ആറും ഇൻപുട്ടുകളാണ്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേറ്റായ QT+1 എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ടായ എസിനെയും ആറിനെയും നമ്മുടെ പ്രസൻറ്റ് സ്റ്റേറ്റായ ക്യൂവിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ക്യൂവിൻ്റെ വാല്യൂവും എസിൻ്റെ വാല്യൂവും ആറിൻ്റെ വാല്യൂ അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് എന്ത് കിട്ടുക, QT+1. അതാണ് ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, അതാണ് അവിടെ എഴുതിയേക്കുന്നത്. The characteristics equation is an algebraic expression of binary information of the characteristics table. The two indeterminate states are marked as don't care in the map, since they may result either 1 or 0. However, the relation SR is equal to 0 must be included as a part of characteristics equation to specify that both SR cannot equal 1 simultaneously. രണ്ടും ഒരുമിച്ച് വരാൻ പാടില്ല. ഓക്കെ.